ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് 36 ആണ്ട്. ഇതോടനുബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളെ മാറോടണച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ 36ാമത് രക്തസാക്ഷിത്വ ദിനവും ആചരിച്ചത്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ടയിലെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിന് മുന്നിൽ വെച്ച് നടത്തിയ അനുസ്മരണ പരിപാടി പ്രമുഖ ഗാന്ധിയൻ അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയായി തുടരുന്ന ഘട്ടത്തിലാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ആ ഇലക്ഷന് വേണ്ടി ശ്രീപെരുമ്പത്തൂരിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോൾ തനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹാരമണിയിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിയുടെ മുമ്പിലെത്തുകയും രാജീവ് ഗാന്ധി തല കുനിയുമ്പോൾ അരയിൽ തിരുകിയ ബെൽറ്റ് ബോംബിൻ്റെ സ്വിച്ച് അമർത്തുകയും ഒരു വിസ്ഫോടനത്തിൽ രാജീവ് ഗാന്ധിയും തനു എന്ന പെൺകുട്ടിയും അതുപോലുള്ള ആളുകളും അവിടെ രക്തം ചൊരിഞ്ഞ് വീണു മരിക്കുകയുണ്ടായി. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കെ.പി.സി.സി സെക്രട്ടറി എം അസനാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.കെ. ബാബു, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ.പി. മോഹനൻ, കെ.എസ്.എസ്.പി.എ ജില്ലാ സെക്രട്ടറി കെ.പി. ബാലകൃഷ്ണൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ടിറ്റോ ജോസഫ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ പ്രതിനിധികൾ, കൗൺസിലർമാർ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ഡലം സെക്രട്ടറി രാജൻ ഐങ്ങോത്ത് സ്വാഗതവും സുരേഷ് കൊട്രച്ചാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.